സ്വാതന്ത്ര്യദിനമായിട്ട് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടുമോ അല്ലെങ്കിൽ നമ്മുടെ പോണ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നൊരു പ്രതീക്ഷയില്ലാതെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ചൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ വീഡിയോ എടുത്ത് വന്നപ്പോൾ തലതിരിഞ്ഞ അവസ്ഥയായിപ്പോയി. എന്താണ്, ഞാൻ പലവട്ടം വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അതായത് നമ്മൾ പോകുന്ന റോഡുകളിലൂടെയുള്ളൊരു നല്ല കാഴ്ചകൾ സീനറികളും കാണിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഞാനെടുത്ത് വരുമ്പോൾ എല്ലാം തലതിരിഞ്ഞ് പോകും. എൻ്റെ എല്ലാ വട്ടത്തെയുള്ള പ്രശ്നമാണ് ഈ ഒരു കാര്യം. അങ്ങനെ പോണ കാര്യം നടക്കില്ലെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ആദ്യമേ തന്നെ സ്ഥലത്തെത്തി ഒരാശുപത്രിയിൽ പോക്ക്. ആശുപത്രിയിൽ ചെന്ന് വലിയ കാര്യത്തിൽ പോകുമെന്നൊക്കെ വിചാരിച്ച് ചെന്നപ്പോഴത്തേക്ക് ഡോറും അടച്ചിട്ടേക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെയും വരത്തുള്ളൂ. പിന്നെ നേരെ സ്റ്റെപ്പും കയറി നടന്ന് കുറച്ചുകൂടെ നടന്നെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ മുടി വെട്ടുന്ന കടയെത്തി. അങ്ങനെ ഞാൻ അങ്ങോട്ട് കയറി നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കൊല്ലമ്പലത്തെ ചമയം കട ബാർബർമാർ ബായിമാർ. അങ്ങനെ ബായി എന്നെ വിളിച്ച് അങ്ങോട്ട് പോയിരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊക്കെ ചൂണ്ടിക്കാണിച്ച് ഞാൻ അവിടെ പോയിരുന്നു. അങ്ങനെ ഹെൽമെറ്റും അവിടെ വെച്ച് മുടി വെട്ടുന്നതിന് മുമ്പെയുള്ള രംഗമായിരുന്നു. മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ രീതിയിൽ മുടി വെട്ടി തന്നു. ഞാൻ പറഞ്ഞ് എൻ്റെ വായിൽ വെള്ളം പോകുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ വെളിയിലൊക്കെ ഒടുക്കത്തെ മഴ പെയ്ത് നനഞ്ഞിരിക്കുമായിരുന്നു വണ്ടി. പിന്നെ കോട്ടും എടുത്തിട്ട് ATM പോകണമായിരുന്നു. കുറച്ച് ക്യാഷ് എടുക്കാനുണ്ടായിരുന്നു, സാധനങ്ങൾ മേടിക്കാനായിട്ട്. അങ്ങനെ ATM പോയി സാധനം എടുത്ത് ചന്തയിലെത്തിയപ്പോൾ തമിഴന്മാരെ കടയെന്നറിയാൻ വയ്യ. വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് എവിടെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തപ്പി 2 തമിഴന്മാരെ കടയിലൊക്കെ വിളിച്ച് സാധനമൊക്കെ മേടിച്ച് തിരിച്ച് ഞാൻ ഒരു സ്ഥലത്തെത്തി. വീണ്ടും ഷൂട്ട് ചെയ്യാനായിട്ടുള്ള മൊബൈൽ വഴി ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്നത്ര രീതിയിലൊരു ചെറിയ വഴികളുള്ള രീതിയിലുള്ള പച്ചപ്പായിട്ടുള്ള രീതിയിൽ കൂടെ ഞാൻ വണ്ടിയും എടുത്ത് ഇങ്ങോട്ട് വരുന്ന വഴികളാണ്. ഈ ഒരു വഴിയിലൂടെയുള്ള കാഴ്ചകളെന്ന് പറയാൻ ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് എനിക്ക് തോന്നിയ വണ്ടികളോ ബഹളങ്ങളോ ഒന്നുമില്ല. കാരണം ഓഫീസും കാര്യങ്ങളും എല്ലാം അവധി, വീട്ടിലും എല്ലാവരും ഇരിക്കുകയായിരിക്കും. പിന്നെ പുറത്ത് പോകുന്നവർ പുറത്ത് പോകും, അല്ലാത്ത ജോലിയുള്ളവർ ജോലിയുണ്ട്. അതായത് പബ്ലിക് ഹോളിഡേ ആയിട്ട് സ്കൂളും കോളേജും അത്യാവശ്യം നല്ല സ്ഥാപനങ്ങൾ അവധിയായിരിക്കും. പിന്നെ പുറത്ത് പോകുന്നവർ പുറത്ത് പോകും, എല്ലാ ജോലി അടിക്കുന്നവർ ജോലിയോ അല്ല ജോലി അടിക്കുന്നവർ ജോലി അടിച്ച് ലൈഫൊക്കെ എൻജോയ് ചെയ്യും. പിന്നെ നമ്മളെപ്പോലുള്ളവന്മാർ ഇങ്ങനെ അത്യാവശ്യമായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടി വരുമ്പോൾ പിന്നെ ഇറങ്ങിത്തിരിച്ചല്ലേ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ പോയി. തിരിച്ച് വന്നപ്പോഴാണ് മനസ്സിലാക്കി അയ്യോ ആശുപത്രിയെ പോലെ. കാരണം കുറേ കഴിഞ്ഞ് തുറക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയതുമില്ല. ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള മടി കാരണം തിരിച്ച് പോയതുമില്ല. പിന്നെ തിരിച്ചങ്ങോട്ട് പോകാണ്ടിരിക്കുക എൻ്റെ വീട്ടിലോട്ട്. അപ്പം ഓരോ വണ്ടികളും ഒരു സ്കൂൾ വണ്ടി പോകുന്നു. മിക്കവാറും ഇൻഡിപെൻഡൻസ് പരിപാടി കഴിഞ്ഞിട്ട് അത് പിള്ളേരെ കൊണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ പിള്ളേരെ ഏറ്റുന്നൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ ഹോണൊക്കെ അടിച്ച് ഇൻഡിക്കേറ്റർ വളഞ്ഞ് ഞാൻ പോവുകയാണ് എൻ്റെ വീട്ടിലോട്ട് പോകാൻ. റോഡ് പണി നടക്കുന്നത് കാരണം നമുക്കറിയാം പല സ്ഥലത്തും ഇങ്ങനത്തെ പല സ്ഥലത്തും പാലങ്ങളും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ പാലങ്ങൾ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. ഈ വഴി കാണുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ഏത് വഴിയും കാര്യങ്ങളുമാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വഴികളാണ് തട്ടുപോല എന്ന് പറയുന്ന ഒരു വഴി. അങ്ങനെ വഴിയിലൂടെ വീണ്ടും ഹോണൊക്കെ അടിച്ച് അങ്ങ് പോവുക. പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയോ അല്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുകയായിരിക്കും എന്നൊക്കെയാണ്. കമൻറ്റിലൂടെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയുക. പിന്നെ എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. മാക്സിമം ആൾക്കാരെന്നെ സപ്പോർട്ട് ചെയ്തേക്കുക. ഞാൻ പലതരത്തിലുള്ള വീഡിയോകൾ ഇടുമ്പോഴും ആൾക്കാർ കാണക്കം കുറവാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ പറ്റിയ ഫോണും അതിൻ്റെ പരിമിതികളുടെ വീഡിയോ വിഷ്വൽസും കണ്ട് ആസ്വദിക്കുക. അല്ലാതെ ഞാനെന്ത് പറയാൻ കാണാം, നമുക്ക് പറ്റിയ ക്യാമറയോ അല്ലെങ്കിൽ അതിന് പറ്റിയ വീഡിയോസോ എടുക്കാനുള്ള ഒരു ഇതില്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമ്മളും ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ പല തലത്തിലെത്തുന്നത്. പക്ഷെ ആ ഒരു തലത്തിലെത്തിയിട്ട് നമുക്കങ്ങനെ പറയാം തലത്തിലെത്തി. അല്ലെങ്കിൽ എത്തുന്നതിന് മുമ്പേ നമ്മൾ കൂടുതലൊന്നും ആഗ്രഹിക്കാൻ പറ്റില്ല. ആഗ്രഹം കാണാം, പക്ഷേ ആ തലത്തിലെത്തിയിട്ട് നമ്മൾ പിന്നെയും കൂടുതലൊക്കെ ആഗ്രഹിച്ചിട്ട് ആഗ്രഹങ്ങൾ നടന്നാൽ അത്രയും നല്ലതെന്നങ്ങനെ പറയും. അങ്ങനെ ഒരു 2 സൈഡും വഴിയുള്ള ജംഗ്ഷനാണ്. ഹോണടിച്ച് പോകുന്നില്ലെങ്കിൽ ഓരോരുത്തന്മാർ പറഞ്ഞ് കയറി വരിക, അങ്ങനത്തെ സ്ഥലമാണിത്. ഇവിടെയൊന്നുമില്ല, എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. പിന്നെ പയ്യന്മാരാണെങ്കിൽ പറയും വേണ്ട, വണ്ടിയൊക്കെ എടുത്ത് പറഞ്ഞ് ഓട്ടിച്ച് പോവുക ഓരോരുത്തന്മാരെ പരിപാടി.
അങ്ങനെ പിന്നെ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരുന്ന വഴിയിലാണ് ഞാനൊരു ചെറിയ ഇത് കണ്ടത്. അതായത് പോണ വഴിയിൽ നമ്മളവിടെ ഒരു വലിയ കുളമുണ്ട്. അവിടെ വലിയ കുളത്തിലൊരു കൊടി കുത്തിയിട്ടേക്കായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എങ്കിലും തിരിച്ചു വരുന്ന വഴിയിൽ ഇടത് സൈഡിൽ അവിടെ ഈ ഒരു കടയിൽ കണ്ടോ ഒരു കൊടി കുത്തിയിട്ടേക്കുന്നു. സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് അവർ കൊടി ഉയർത്തി വെച്ചതാണ്. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ വണ്ടിയിൽ ഒരു കൊടി വെച്ച് വെക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. എന്തായാലും എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി.